അപ്പോൾ സിദ്ധാർത്ഥ് പ്രഭു എന്ന സീരിയൽ നടന്റെ വണ്ടി ഇടിച്ച് ആക്സിഡന്റ് ആയ ലോട്ടറി കച്ചവടക്കാരൻ മരണപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമൊക്കെ കുറെ ചിന്തിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമോ വേണ്ടോ എന്നുള്ളത്. പിന്നെ രണ്ടെണ്ണം പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ ശരിയാവുക എന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന ലോട്ടറി കച്ചവടക്കാരനെ വണ്ടി ഇടിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് നല്ലോണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവ മദ്യപിച്ച് ലെക്ക് കെട്ടായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. അതെന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അതിന് പിന്നാലെ റോഡ് സൈഡിലൂടെ നടന്നു പോയി ലോട്ടറി കച്ചവടക്കാരനെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം സിദ്ധാർത്ഥ് ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു. വെള്ളത്തിന് പുറത്തുള്ള ഷോ ഓഫ് ആണത്. പക്ഷെ ആ ഷോ ഓഫ് കാരണം നാട്ടുകാർ നല്ലോണം സിദ്ധാർത്ഥിനിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലോണം അങ്ങ് പെരുമാറി. അത് കാരണം 2-3 ആൾക്കാർ ഈ പറയുന്ന സിദ്ധാർത്ഥിന് സപ്പോർട്ടുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് ആരൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും. ഒന്ന് ഇത്തവണത്തെ ബിഗ് ബോസ് താരമായിട്ടുള്ള ജിഷിൻ, 2 ജിഷിന്റെ വൈഫായിട്ടുള്ള അമയ നായർ, പിന്നെ 3 മുകേശ് എം നായർ എന്ന് പറയുന്ന മറ്റൊരു ഇൻഫ്ലുവൻസർ. ഈ 3 പേരും ഒരേപോലെ സിദ്ധാർത്ഥിന് സപ്പോർട്ടുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ 3 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു വെച്ച കാര്യം എന്തായിരുന്നു? ഒരാൾ 2 അടിച്ചു കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ വണ്ടി ഓടിച്ചെന്നിരിക്കും, അത് കാരണം വണ്ടി തട്ടി മുട്ടിയെന്നൊക്കെ ഇരിക്കും, അത് കാരണം ഒരു ആക്സിഡന്റ് സംഭവിച്ചെന്നിരിക്കും എന്ന് കരുതി അവന് പെരുമാറാൻ നാട്ടുകാർക്കാരാണ് അവകാശം കൊടുത്തത്. നിയമം കയ്യിലെടുക്കാൻ ഇവിടെ നാട്ടുകാരാരാണ്? അവനെ നേരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാൽ പോരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവനെ വമ്പ ന്യായീകരിക്കലായിരുന്നു ഈ 3 എണ്ണം. അതില് ജിഷിനൊക്കെ എന്റെ അമ്മോ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്, പ്രബുദ്ധ കേരളം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വമ്പ ഡയലോഗ് അടിയായിരുന്നു. സിനിമാ സ്റ്റൈലായിരുന്നു ജിഷിന്റെ ഒക്കെ പ്രതികരണം. അതിന് കാണാത്തവരായ ആരും തന്നെ ഉണ്ടാവില്ല. എന്തായാലും എന്ത് ചെയ്തോ വികാരത്തിന് പുറത്താണ് ഈ 3 ആൾക്കാർ സിദ്ധാർത്ഥിന് സപ്പോർട്ടായി വന്നത് എന്നുള്ളത് വ്യക്തമായിരുന്നു. അതിൽ ഈ പറഞ്ഞ ജിഷിൻ സിദ്ധാർത്ഥിന് സപ്പോർട്ടുമായി വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത്തവണ ജിഷിനെ ബിഗ് ബോസിൽ മത്സരിക്കാൻ കാരണക്കാരനായിട്ടുള്ളത് സിദ്ധാർത്ഥാണ്. സിദ്ധാർത്ഥിന്റെ റെക്കമെൻഡേഷനിലാണ് ജിഷിന് ബിഗ് ബോസിൽ കയറി വന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ കൂറ് ജിഷിൻ കാണിക്കണമല്ലോ. അതിന്റെ കൂറ് കാണിച്ചതാണ് ആശാൻ. പിന്നെ അമ്മയെ എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഭർത്താവായിട്ടുള്ള ജിഷിൻ ഓൾറെഡി സിദ്ധാർത്ഥിന് സപ്പോർട്ടായിട്ട് വന്നല്ലോ. അപ്പൊ ഭർത്താവിനോട് സ്നേഹമുള്ള ഭാര്യ എന്ന നിലയിൽ ഭർത്താവിന് പിന്തുണ പ്രഖ്യാപിക്കേണ്ടത് ഭാര്യന്റെ കടമാണല്ലോ. മാത്രവുമല്ല അമയ ഒരു സീരിയൽ ആർട്ടിസ്റ്റും കൂടിയാണ്, സിദ്ധാർത്ഥും ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ പിന്നെ ആ കൂറ് കാണിച്ചതാണ് അമയ നായർ. പിന്നെ മുകേശ് എം നായർ. ഈ മുകേശ് എം നായർ ആരാണ് എന്താണെന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ ചങ്ങായി ഏതോ ബാർ മുതലാളിയാണ്. 24 മണിക്കൂറും പെമ്പിള്ളേരൊപ്പമുള്ള റീൽസും ഈ വെള്ളം അടിക്കുന്ന റീൽസുമാണ് ആശാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. പബ്ലിക്കായി മദ്യപാനം പ്രൊമോട്ട് ചെയ്യാനാണ് ആശാന്റെ മെയിൻ ഹോബി തന്നെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മദ്യപാനി എന്ന നിലയിൽ മറ്റൊരു മദ്യപാനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പൊ ആ രീതിയിൽ വർഗസ്നേഹം കാണിച്ചതാണ് ആശാൻ. എന്തായിരുന്നില്ലേ മുകേശ് എം നായരുടെ തള്ളി മറിക്കല്? 2-2.5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ട് ഇവരെ ന്യായീകരിക്കായിരുന്നു സിദ്ധാർത്ഥിനെ. എന്തായാലും ഇവരുടെ എല്ലാം ന്യായീകരണത്തിനൊടുവിൽ അവസാനം എന്ത് സംഭവിച്ചു? സിദ്ധാർത്ഥ് വണ്ടി ഇടിച്ച് ആ ലോട്ടറി വിൽപ്പനക്കാരൻ അങ്ങ് മരിച്ചു. അതുകൊണ്ട് ഇപ്പൊ ആർക്ക് നഷ്ടം? ആ ലോട്ടറി വിൽപ്പനക്കാരന്റെ കുടുംബത്തിന് നഷ്ടം. ഈ സിദ്ധാർത്ഥിനെ ന്യായീകരിച്ചവന്മാർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ 4 തെറി കേൾക്കുന്നല്ലാതെ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് ന്യൂസ് നമുക്കൊന്ന് കേട്ടോക്കാം. സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വാഹനം ഇടിച്ച് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. തമിഴ്നാട് സ്വദേശിയായ തങ്കരാജാണ് മരിച്ചത്. വിവരങ്ങളുമായി ബിദിനം ദാസ് നമുക്കൊപ്പം ചേരുന്നു. ബിദിന, ദൃശ്യങ്ങളൊക്കെ നാട്ടിൽ വലിയ വൈറലായിരുന്നു, ഒരുപാട് ആളുകൾ കാണുകയും ചെയ്തതാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അംജദ്, ക്രിസ്മസിന്റെ തലേന്ന് രാത്രിയിലാണ് MC റോഡിൽ നാട്ടകം കോളേജിന് സമീപത്ത് വെച്ച് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നത്. പൂർണ്ണമായും മദ്യപിച്ച് മദ്യലഹരിയിൽ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചാണ് സിദ്ധാർത്ഥ് പ്രഭു എത്തിയത്. ലോട്ടറി വിൽപ്പനക്കാരനായ തങ്കരാജ് റോഡിലൂടെ നടന്നു പോകുമ്പോൾ തങ്കരാജിനെ ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു. അന്ന് തന്നെ നടത്തിയ വൈദ്യപരിശോധനയിൽ സിദ്ധാർത്ഥ് മദ്യപിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല ആ ദൃശ്യങ്ങളടക്കം കാണുമ്പോൾ തന്നെ എത്രത്തോളം ബോധമില്ലാത്ത രീതിയിലാണ് സിദ്ധാർത്ഥ് പെരുമാറിയതെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. നാട്ടുകാരോടും പോലീസിനോടും ഒക്കെ തട്ടിക്കയറുകയും വലിയ തരത്തിൽ ബഹളം വെക്കുകയും ചെയ്യുന്ന സ്ഥിതി അന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്ത് ആദ്യം ചുമത്തിയത് മദ്യപിച്ച് വാഹനം ഓടിക്കുകയും ഒപ്പം അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുകയും തുടങ്ങിയ വകുപ്പുകളായിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ സിദ്ധാർത്ഥ് പ്രഭുവിനെ വിട്ടിരുന്നു. കഴിഞ്ഞ 8 ദിവസമായി ഈ തങ്കരാജ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 3-4 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ സ്ഥിതി വളരെ മോശമാവുന്ന സ്ഥിതിയിലേക്ക് പോയി. തലയ്ക്കാണ് ക്ഷതം ഏറ്റത്. പിന്നീട് ഇന്നലെ മരുന്നുകളൊന്നും തന്നെ പ്രതികരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായില്ല. ഇന്നലെ രാത്രിയിലാണ് മരണം സ്ഥിരീകരിച്ചത്. ഇന്ന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ നടക്കും. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. തമിഴ്നാട് സ്വദേശിയായ തങ്കരാജ് കേരളത്തിലെത്തി ലോട്ടറി വിൽപ്പന നടത്തുകയായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി നാട്ടകം കേന്ദ്രീകരിച്ചാണ് ലോട്ടറി വിൽപ്പന നടത്തുകയും അവിടെ ഒരു സ്ഥലത്താണ് താമസിക്കുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ മരണം സംഭവിച്ചതോടുകൂടി ഈ വകുപ്പ് മാറുകയാണ്. ഇനിയിപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ, അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് മരണം സംഭവിച്ചു തുടങ്ങിയ വകുപ്പുകളെല്ലാം തന്നെ സിദ്ധാർത്ഥ് പ്രഭുവിനെതിരെ ചുമത്തും. ആദ്യമുണ്ടായിരുന്ന FIR ഓൾട്ടർ ചെയ്ത് ഈ പുതിയ വകുപ്പുകളെല്ലാം തന്നെ ചേർത്ത് കേസ് വേറൊരു തലത്തിലേക്ക് പോവുകയാണ്. നിലവിൽ ഏതായാലും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പോലീസ് തുടങ്ങിയെന്നാണ് ചിങ്ങവനം പോലീസ് അറിയിക്കുന്നത്. ഈ സംഭവം അറിഞ്ഞതിന് പിന്നാലെ ഒരുപക്ഷെ ഇനിയിപ്പോൾ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയും ഒക്കെ തന്നെയായി സിദ്ധാർത്ഥ് പ്രഭു പോകാനൊരു സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ എങ്ങനെയായിരിക്കും, എന്താണ് പോലീസിന്റെ തുടർ നടപടികൾ എന്നതും വലിയ ആകാംക്ഷയുള്ളതാണ്. 5 വർഷം വരെ
തടവ് ശിക്ഷ ലഭ്യമാവുന്ന വകുപ്പുകളൊക്കെ തന്നെ ചുമത്തി കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം. സിദ്ധാർത്ഥിന്റെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ പിന്നീട് വന്നിട്ടുമില്ല. അംജദ്, എന്താണ് വല്ലാത്തൊരവസ്ഥ തന്നെ. എന്തായാലും ഇപ്പൊ നിലവിൽ സിദ്ധാർത്ഥിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ആശ മുങ്ങിന്നാണ് തോന്നുന്നത്. ഇതിപ്പോ നിലവിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണല്ലോ സിദ്ധാർത്ഥിനെതിരെ കേസ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മിക്കവാറും മുങ്ങുന്നത് സ്വാഭാവികമാണ്. ഇനിയിപ്പോ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ആശാൻ ഒളിവിൽ പോയതിനു ശേഷം അവിടുന്ന് മുൻകൂർ ജാമ്യം കൊടുക്കും. വകുപ്പ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെ മുൻകൂർ ജാമ്യം കിട്ടിയതിനു ശേഷം എന്താക്കും, ആശാൻ നൈസായിട്ട് പൊങ്ങും. നോക്കിക്കോളൂ, അതായിരിക്കും മിക്കവാറും സംഭവിക്കാൻ പോകുന്നത്. ഇതൊക്കെ ചിലപ്പോൾ പോലീസുകാരുടെ അറിവോടുകൂടി തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അല്ല, ഞാനിതിപ്പോ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ മുമ്പ് ഇതേപോലെ പല സെലിബ്രിറ്റീസിനെതിരെയും കേസ് വന്ന സമയത്ത് അവർ ഇതേപോലെ ആയിരുന്നു ഡീൽ ചെയ്തിരുന്നത്. കുറച്ച് കാര്യത്തേക്ക് നൈസായിട്ട് മുങ്ങും, പിന്നെ എല്ലാം ഒന്ന് കെട്ടടങ്ങിയതിനു ശേഷം ഇവരും എല്ലാം അങ്ങ് പൊങ്ങി വരും. പിന്നെ കയ്യിൽ അത്യാവശ്യം പണം ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു പ്രഗത്ഭനായ ഒരു വക്കീലിനെയും ഇവര് അപ്പോയിന്റ് ചെയ്യും. പിന്നെ സിമ്പിളായിട്ട് ഇവർ കേസ് വാദിച്ച് ജയിക്കുകയും ചെയ്യും. അതിനുശേഷം ഒന്നും അറിയാത്ത പോലെ ഇവരുടെ അഭിനയ ജീവിതം തുടർന്നു കൊണ്ടുപോവുകയും ചെയ്യും. ഇതൊക്കെ മിക്ക സെലിബ്രിറ്റീസിന്റെയും കേസിൽ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ അവിടെ ബലിയാടാവുന്നത് ആരാണ്? അപ്പുറത്തുള്ള സാധാരണക്കാരനായിരിക്കും. നഷ്ടം മൊത്തം അവർ സഹിക്കേണ്ടി വരും. ഇവിടെ സെലിബ്രിറ്റിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാര്യത്തേക്ക് കരിയറിൽ ഒരു ബ്രേക്ക് എടുക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇവർ ഡബിൾ സ്ട്രോങ്ങിൽ തിരിച്ചു വരികയും ചെയ്യും. എന്ത് പറയാനല്ലേ. എന്തായാലും അറിയാലേ, ഇപ്പൊ നിലവിൽ സിദ്ധാർത്ഥ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഉപ്പും മുളകും എന്ന് പറയുന്ന സീരിയലിലാണ്. ആ സീരിയലിൽ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ് ഇപ്പൊ സിദ്ധാർത്ഥ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ആ കഥാപാത്രത്തിന് അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. മിക്കവാറും ആ കഥാപാത്രം സീരിയലിനകത്ത് ഗൾഫിലേക്ക് പോകുന്ന പോലെ കാണിക്കലായിരിക്കും, അല്ലെ അല്ലെങ്കിൽ വല്ല ട്രിപ്പ് എങ്ങാനും പോകുന്ന പോലെ കാണിക്കും. എന്നിട്ട് കുറച്ചു കാലം ആ ക്യാരക്ടറിനെ സീരിയലിൽ നിന്ന് മാറ്റി നിർത്തും. അങ്ങനെയായിരിക്കും മിക്കവാറും സംഭവിക്കാൻ പോകുന്നത്. അതല്ലാതെ അവർക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. എന്തോ ആയിക്കോട്ടെ, ഒരാളുടെ മരണത്തിനേക്കാളും വലുതല്ലല്ലോ ഒരു സീരിയലിലെ കഥാപാത്രം. എന്തായാലും നമുക്ക് സിദ്ധാർത്ഥിനെ ന്യായീകരിച്ചവരിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പൊ ഇങ്ങനെ ഒരു ന്യൂസ് വന്ന പശ്ചാത്തലത്തിൽ, അതായത് സിദ്ധാർത്ഥിനെ വണ്ടി ഇടിച്ച ആൾ മരിച്ചു എന്നൊരു ന്യൂസ് വന്ന പശ്ചാത്തലത്തിൽ സിദ്ധാർത്ഥിനെ ന്യായീകരിച്ചവർ എന്ത് നിലപാടാണ് എടുത്തതെന്ന് നമുക്ക് അറിയണമല്ലോ. അവരിപ്പോഴും പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ, അത് നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയണമല്ലോ. അങ്ങനെ അറിയാൻ വേണ്ടി ഞാൻ എന്താക്കി, ഈ പറഞ്ഞ ജിഷിന്റെയും അമയ നായരുടെയും അതേപോലെ തന്നെ മുകേഷ് നായരുടെയും പ്രൊഫൈൽ ഒന്ന് എടുത്തു നോക്കി. ഇവരിനി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതികരിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യമായി ജിഷിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയ സമയത്ത് ജിഷിൻ പുതുതായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. മാത്രവുമല്ല സിദ്ധാർത്ഥിനെ ന്യായീകരിച്ച് ചെയ്ത വീഡിയോ ആശാൻ നൈസായിട്ട് പ്രൊഫൈലിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെ ചെയ്യാണ്ട് നിവർത്തിയില്ലല്ലോ, ഇല്ലാന്നുണ്ടെങ്കിൽ പൊങ്കാല വീഴും. പക്ഷെ എന്നാലും 2 ദിവസം മുമ്പ് ഈ പറഞ്ഞ ജിഷിനും ഭാര്യയായിട്ടുള്ള അമ്മയും കൂടി ഒരുമിച്ചുള്ള ഒരു വീഡിയോ ജിഷിൻ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് താഴെയാണെങ്കിൽ വമ്പൻ തെറിവിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ സ്വാഭാവികം. എന്തായാലും ആ പോസ്റ്റിന് താഴെ ജിഷിന്റെ ഭാര്യയായിട്ടുള്ള അമയ്യ ഒരു കമന്റ് ഇട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ കമന്റ് ഒന്ന് വായിച്ചുതരാം. പൊങ്കാല സമർപ്പിക്കാൻ വന്നവർ വരിക, ഇടുക, പോകുക. ആരും ആരെയും തല്ലാനും കൊല്ലാനും ഇടിക്കാനും പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ആൾക്കൂട്ട ആക്രമണത്തിനെതിരെയാണ് പ്രതികരിച്ചത്. തെറ്റ് ചെയ്തവനെ ന്യായീകരിച്ചിട്ടില്ല. അച്ചോടാ, അത് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ തെറ്റ് ചെയ്തവനെ ന്യായീകരിച്ചിട്ടില്ല എന്ന്. ഇങ്ങനൊരു അവസ്ഥയിലും ഇങ്ങനൊരു കമന്റ് ഇടാൻ കാണിച്ച ചേച്ചിനെ മനസ്സുണ്ടല്ലോ, സമ്മതിച്ചെന്ന് കേട്ടോ. ആൾക്കൂട്ട ആക്രമണത്തിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചത്, തെറ്റ് ചെയ്തവനെ ഞാൻ ന്യായീകരിച്ചിട്ടില്ല പോലും. കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളെ കള്ളും അടിച്ചു കയറ്റി ഒരുത്തൻ വണ്ടി നെഞ്ചത്ത് അടിച്ചു കയറ്റിയിട്ട് നാട്ടുകാർ 2 കൊടുത്തപ്പോ നാട്ടുകാരെ കുറ്റം പറയാൻ നടക്കുന്നു. ലേശ ഉളുപ്പ് അല്ലേ. എന്നിട്ട് ഇപ്പൊ വീണ്ടും കമന്റ് ഇട്ട് ന്യായീകരിച്ച് വന്നേക്കുവാണ്. ഭർത്താവിനെ ബോധമില്ലാത്തത് പോട്ടെ, ഭാര്യയും കൂടി ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? എന്തായാലും ഇതുകൊണ്ടൊന്നും അമ്മയെ അവസാനിപ്പിച്ചില്ല കേട്ടോ. പുള്ളിക്കാർ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്, അന്ന് കണ്ടോക്കാം. ഹലോ, നമസ്തേ, ഞാൻ അമയ നായർ. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ചിലത് എന്നോട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ? പക്ഷെ ഒരിക്കലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ് ചേച്ചി പറയാൻ ഉദ്ദേശിച്ചത്? ഒന്ന് മൊഴിഞ്ഞാട്ടെ. നമുക്ക് നമ്മളെക്കുറിച്ച് വ്യക്തമായ ഡെഫിനേഷൻസ് ഉണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്ന ഒപ്പീനിയനുകളെ ഒരു ഡെഫിനേഷൻ എടുത്ത് നമ്മളൊരിക്കലും സ്വയം വേദനിക്കില്ല. എന്തൊരു നല്ല വേദവാക്യം അല്ലേ. ഉപദേശത്തിന് നന്ദി. ഒരാളെ മരിച്ചു കിടക്കുമ്പോൾ ഇമാതിരി പുരാണവാക്യം കൊണ്ട് വരുന്നവൾക്ക് എന്താ ചെയ്യേണ്ടത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയണമെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോലും. എനിക്കെന്തല്ല കൈ തരിക്കേണ്ടതൊക്കെ കേൾക്കുന്ന സമയത്ത്, ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് അവള് പ്രസംഗം കൊണ്ട് ഇറങ്ങിക്കുവാണ്. ബാക്കി പറഞ്ഞോട്ടെ. എന്തായാലും നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് നമ്മളോടും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളോടും നമ്മൾ പറയുന്ന കാര്യങ്ങളോടും ഒക്കെ ഒരു നിലപാടുണ്ടാകണം. അങ്ങനെ സ്വന്തമായി ഒരു നിലപാടുള്ളവർ ഒരിക്കലും അഭിപ്രായ വ്യത്യാസം കണ്ട് ഭയപ്പെടില്ല. അപ്പൊ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ ചേച്ചിന്റെ പഴയ നിലപാടിൽ തന്നെ ചേച്ചി ഉറച്ചു നിൽക്കുന്നു എന്നാണ് ചേച്ചി പറയാതെ പറഞ്ഞു വെക്കുന്നത് അല്ലേ? ചേച്ചിക്ക് ആരെയും ഭയമില്ല എന്നുമാണ് ചേച്ചി പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഇതിനൊന്നും ഭയമില്ലായ്മ എന്നല്ല പറയേണ്ടത്, ബോധമില്ലായ്മ എന്നാണ്. കഴിഞ്ഞില്ല കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാഷാത്തി ഒരു കോട്ട് സ്റ്റോറി ആക്കി വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചുതരാം. ലെറ്റ് ദം ബി റോങ് അബൌട്ട് യു, there is nothing to prove.
അച്ചോടി, അവര് നിന്നെ കുറിച്ച് റോങ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞോട്ടെ, അവർക്ക് മുന്നിൽ നീ ഒന്നും തെളിയിക്കാൻ പോകണ്ട പോലും. എന്ത് പറയാനല്ലേ? ലോകം കീമേൽ മറിഞ്ഞാലും വേണ്ടില്ല, ഞാൻ പറയുന്നതാണ് വേദവാക്യം എന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരാളോട് ഇനിയിപ്പോ എന്ത് ഉപദേശിച്ചിട്ടും കാര്യമില്ല. അവര് നന്നാവാൻ പോണില്ല. ഞാൻ പിടിച്ച മൊയിലിന് 3 കൊമ്പെന്ന് പറഞ്ഞ് അവര് വാദിച്ചുകൊണ്ടേയിരിക്കും. അതിലും ഭേദം അവര് തിരുത്താൻ പോകാതിരിക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ 2 പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം കിട്ടൂല. അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ. എങ്ങനെയാണല്ലേ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്? എനിക്കൊന്നും പറ്റത്തില്ല എന്തായാലും. ഇപ്പൊ ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന പക്ഷം ഞാൻ പിന്നെ കുറച്ചു കാലത്തേക്ക് മൗനം പാലിക്കാറാണ് പതിവ്. ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ പോകില്ല. പക്ഷെ ഇവർക്കൊക്കെ ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് വല്ലാത്തൊരു തൊലിക്കെട്ടി തന്നെ. എന്തായാലും അമയനായർ സഹപ്രവർത്തകനോട് നല്ലോണം കൂറ് കാണിക്കുന്നുണ്ട്. ഇത്രയ്ക്കായിട്ടും കൂറ് കാണിക്കുന്നുണ്ടല്ലോ. ഇതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പറഞ്ഞാൽ കൂടിപ്പോകും. അപ്പൊ ജിസിന്റെയും അമ്മയുടെയും കാര്യം എങ്ങനെ പോകുന്നു? ഇനി സിദ്ധാർത്ഥിനെ ന്യായീകരിച്ച 3ാമതൊരു വ്യക്തി ഉണ്ടല്ലോ, ദ വൺ ആൻഡ് ഓൺലി മുകേഷ് എം നായർ, കേരളത്തിലെ കള്ളുകുടിയന്മാരുടെ ബ്രാൻഡ് അംബാസിഡർ. പുള്ളിക്കാരൻ പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല. പക്ഷെ അതിന് പകരം ഒരു പുതിയ റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ റീല് നിങ്ങളൊന്ന് കണ്ടുനോക്കി. Hey girls, are you ready for the party? വാനിൽ പറവ പറന്നല്ലോ നാദ പാടാം ഞാനും നിന്റെ കീർത്തനം പോന്നിരാം വഴികാട്ടി നീ എൻ മുൻപിൽ വന്നിടുമ്പോ വാനിൽ പറവ പറന്നല്ലോ നാദ പാടാം ഞാനും നിന്റെ കീർത്തനം പോന്നിരാം വഴികാട്ടി നീ എൻ മുൻപിൽ വന്നിടുമ്പോ എന്താല്ലേ, ഒന്നും പറയാനില്ല ഇതിനൊന്നും. ആശാന് മരിച്ചാൽ എന്ത്, മരിച്ചില്ലെങ്കിൽ എന്ത്. ആശാന് 4 മദ്യക്കുപ്പി പ്രൊമോട്ട് ചെയ്യണം, പെണ്ണുങ്ങളായിട്ട് അഴിഞ്ഞാടണം. ആ ഒരു ചിന്ത മാത്രമേ ആശാനുള്ളൂ. അത് അങ്ങനെ ഒരു വെട്ടലെ ചങ്ങായി ഇഷ്ടം. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും സിദ്ധാർത്ഥിനെ ന്യായീകരിക്കുന്ന വീഡിയോ റിമൂവ് ചെയ്തല്ലോ. ചെയ്തതിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് റിയാക്ട് ചെയ്യേണ്ടവരൊക്കെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇത്രയൊക്കെ സാമൂഹിക പ്രതിബദ്ധത ഇവനെ പോലുള്ളവരടുത്തൊന്നും പ്രതീക്ഷിച്ചാൽ മതി. എന്തായാലും അങ്ങനെ പോകുന്നു സിദ്ധാർത്ഥിനെ ന്യായീകരിച്ച് നടന്നവരുടെ പോയത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും ഈ പറയുന്ന ജിഷിനാണെങ്കിലും അമ്മയെക്കാണെങ്കിലും മുകേഷ് എം നായർക്കാണെങ്കിലും കമന്റ് ബോക്സിൽ നല്ല പൊങ്കാല കിട്ടുന്നുണ്ട് കേട്ടോ. ആളുകൾ അവർ നല്ലോണം തെറി പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് കാര്യത്തേക്ക് പറയും, പിന്നെ എല്ലാം ബാക്ക് ടു നോർമൽ ആകും. അത്രേ ഇവിടെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. ഇനി അത് അങ്ങനെ ഒരു സൈഡ് കൂടെ പോകുന്നുണ്ട്. ഇനി സിദ്ധാർത്ഥിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, സിദ്ധാർത്ഥ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലേറ്റസ്റ്റ് ആയ പ്രതികരണം നടത്തിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സിദ്ധാർത്ഥിന്റെ പ്രൊഫൈൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അന്നേരം എനിക്ക് സിദ്ധാർത്ഥിന്റെ പ്രൊഫൈൽ അവിടെ കാണാൻ സാധിച്ചില്ല. പകരം സിദ്ധാർത്ഥിന്റെ ഫാൻ പേജിൽ ഒരു പ്രൊഫൈൽ മാത്രമേ അവിടെ ഉള്ളൂ. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ സിദ്ധാർത്ഥിന്റെ പ്രൊഫൈൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി സിദ്ധാർത്ഥിന്റെ കുറച്ചു കാലത്തേക്ക് പ്രൊഫൈൽ ഹൈഡ് ചെയ്ത് വെച്ചതാണോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഇങ്ങനെയൊക്കെ വാർത്ത വന്ന സ്ഥിതിക്ക് നല്ല പൊങ്കാല കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ആശാൻ ചിലപ്പോൾ ഐഡ് ചെയ്ത് വെച്ചതാകാം. അങ്ങനെ സംഭവിക്കാലോ. അവസാനം എല്ലാം കെട്ടടങ്ങിയതിന് ശേഷം പഴയ പോലെ വീണ്ടും ആശം പൊങ്ങി വരുന്നുണ്ടാകാം. പക്ഷെ എന്ത് തന്നെയായാലും നിലവിൽ ഇപ്പൊ സിദ്ധാർത്ഥിന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാണാനില്ല. പിന്നെ അതുകൂടാതെ നിലവിൽ മറ്റൊരു വാർത്ത കൂടി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സിദ്ധാർത്ഥ് പ്രഭു മദ്യപിച്ച് വണ്ടി ഓടിച്ച് അറസ്റ്റിലായത് കാരണം സിദ്ധാർത്ഥ് പ്രഭുവിനെ ഉപ്പും മുളകും സീരിയലിൽ നിന്നും ഫ്ലവേഴ്സ് TV നീക്കം ചെയ്തു എന്നുള്ള ഒരു പ്രചരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അവിടെ ഇവിടെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പൊ ഫ്ലവേഴ്സ് TV ഭാഗത്തുനിന്ന് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വരാനും സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കറിയാം, ഒരു കാലത്ത് ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരു സീരിയലായിരുന്നു ഈ പരന്ന ഉപ്പും മുളകും. പണ്ട് സീരിയലല്ലായിരുന്നു, സിറ്റ്കോം ആയിരുന്നു. പക്ഷെ ഇപ്പൊ സീരിയലാക്കി മാറ്റിയതാണ്. മുടിനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അത് വമ്പൻ ഹിറ്റ് ആയിരുന്നു. പക്ഷെ പിന്നീട് പലരും ആ സീരിയലിൽ നിന്ന് പല പ്രശ്നങ്ങൾ കാരണം ഇറങ്ങി പോരുകയും ആ സീരിയലിന്റെ നിലവാരം താഴോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് സിദ്ധാർത്ഥ് ആ സീരിയലിലേക്ക് വന്നപ്പോഴാണ് ഇപ്പോഴെങ്കിലും ആ സീരിയൽ ഒന്ന് അപ്പായത്. പഴയ പ്രതാപത്തിലേക്ക് അല്ലെങ്കിൽ കൂടിയും അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിലേക്ക് ഇപ്പൊ ആ സീരിയൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് സിദ്ധാർത്ഥ് കാരണം. അങ്ങനെ ഒരു അവസ്ഥയിൽ എന്തിന്റെ കാരണം കൊണ്ടാണെങ്കിലും ആ സീരിയൽ ആര് സിദ്ധാർത്ഥിനെ പുറത്താക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സിദ്ധാർത്ഥിനെ സീരിയലിൽ നിലനിർത്താനുള്ള എല്ലാ പണികളും ഇവരെടുക്കും. ഒരുപക്ഷെ സിദ്ധാർത്ഥിനെ കുറച്ച് ഇവർ സീരിയലിൽ നിന്ന് മാറ്റി നിർത്തും. ഇവന്റെ കഥാപാത്രം ട്രിപ്പ് പോകുന്ന രീതിയിൽ അങ്ങ് ഇവര് കാണിക്കും. കുറച്ച് കഴിഞ്ഞാണെങ്കിൽ ആ കഥാപാത്രം തിരിച്ചു വരികയും ചെയ്യും. ആ രീതിയിൽ ഇവർ സെറ്റ് ചെയ്യാനാണ് സാധ്യത. അല്ലാതെ ഇവർ സിദ്ധാർത്ഥിനെ പുറത്താക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ എന്തൊക്കെ തന്നെ ആയാലും TRP റേറ്റ് ആണല്ലോ മുഖ്യം പിക്കിലെ. അത് കുറയുന്ന രീതിയിൽ ഒരു ചാനലുകാരും പണിയെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ സിദ്ധാർത്ഥിന്റെ കരിയറിനെ ഈ സംഭവം അൾട്ടിമേറ്റ്ലി ബാധിക്കും കേട്ടോ.
ഒരു പക്ഷേ ഉപ്പും മുളകും സീരിയലിന് ശേഷം ഇനിയൊരു മറ്റൊരു സീരിയൽ അവസരം സിദ്ധാർത്ഥിന് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും. കാരണം ഇങ്ങനെ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പല സീരിയലുകാരും സിദ്ധാർത്ഥിനെ എടുക്കാനൊന്നും മടിക്കും. അല്ലെങ്കിൽ പെർഫോമൻസ് കൊണ്ട് ഈ സംഭവങ്ങളെല്ലാം മറച്ചു വെക്കാൻ സിദ്ധാർത്ഥിന് പറ്റണം. അതൊരു വെല്ലുവിളി തന്നെയാണ്. എന്തായാലും ഇത്രയൊക്കെയാണ് നിലവിൽ സിദ്ധാർത്ഥുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സിദ്ധാർത്ഥ് ഈ പറഞ്ഞ ലോട്ടറിക്കാരനെ കാറടിക്കുന്ന സമയത്ത് അത് കണ്ടു നിന്നൊരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നു. പുള്ളിക്കാര് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരുടെ പ്രതികരണം നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അതേ ആൾ തന്നെ ഇപ്പൊ വീണ്ടും പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ഹായ്, ഐശ്വര്യാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ആക്സിഡന്റ് ആയത്, സിദ്ധാർത്ഥിന്റെ വണ്ടി ഇടിച്ച ആ മനുഷ്യൻ ആള് മരണപ്പെട്ടു പോയി എന്ന് അറിഞ്ഞു. ഇത് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ജീവിച്ചിരിക്കാൻ സാധ്യത വളരെ കുറവാണെന്ന്. അപ്പൊ എന്റെ വീഡിയോയുടെ അടിയിലൊക്കെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഇവളാണോ തീരുമാനിക്കുന്നത്, എന്നിട്ടാണോ അദ്ദേഹം ഡിസ്ചാർജ് ആയത്? അങ്ങനെ കുറേ മോശം കമന്റുകൾ വന്നു. ഞാൻ കണ്ട ഒരു കാര്യം പറഞ്ഞത് സിദ്ധാർത്ഥ് എന്നൊരാളെ ഉദ്ദേശിച്ചൊന്നുമല്ല. ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടതാണ്. അത്ര ഭീകരമായ ഒരു ആക്സിഡന്റ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും അങ്ങനെ സംഭവിച്ച ഒരാൾ ജീവനോടെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അത് നോർമലായിട്ട് നമുക്ക് ചിന്തിക്കാമല്ലോ. ഒരാളുടെ പുറകിലൊരു വണ്ടി വന്ന് ഇടിച്ച് കെറിപ്പിച്ചാലൊക്കെ എത്രത്തോളം ജീവിച്ചാൽ തന്നെ എങ്ങനെ ജീവിക്കും എന്നും നമുക്ക് മനസ്സിലാവാവുന്നേ ഉള്ളൂ. അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളത് എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. കാരണം ഞാൻ കണ്ട ഏറ്റവും വലിയ ആക്സിഡന്റ് ഇതാണ്. ആക്സിഡന്റുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭീകരമായ ഒരെണ്ണം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് സിദ്ധാർത്ഥിനോടാണ്. താൻ കാരണം ഇനിയും ഒരു ആളുടെ ജീവനൂടെ പോകാതിരിക്കട്ടെ. നമ്മളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിന് ഓരോരുത്തരും അതിൻ്റെതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇനിയെങ്കിലും നിയമ സംവിധാനങ്ങളെ മാനിച്ച് അല്ലെങ്കിൽ മനുഷ്യത്വം വിചാരിച്ചിട്ടെങ്കിലും താങ്കൾ ഒരിക്കൽ പോലും മദ്യപിച്ച് വാഹനം ഓടിക്കുകയോ ഈ രീതിയിലുള്ള അവസ്ഥകളിലേക്ക് എത്തിക്കാതിരിക്കുക. ആൾക്കാർക്ക് ജസ്റ്റ് അത് അന്നത്തെ ഒരു വാർത്തയോ താങ്കൾക്ക് കുറച്ച് ദിവസത്തെ ഒരു നാണക്കേടോ ഒക്കെ ആയിരിക്കും. പക്ഷെ അതിനപ്പുറത്തോട്ട് ഒരു വീടിന്റെ അത്താണിയാണ്. അതാണ് ഇവിടെ അൾട്ടിമേറ്റ്ലി എല്ലാ നഷ്ടവും സംഭവിക്കാൻ പോകുന്നത് ആ മരിച്ചു പോയാളുടെ കുടുംബത്തിനാണ്. അയാളൊരു ലോട്ടറി കച്ചവടക്കാരനാണ്. ഒരു ലോട്ടറി കച്ചവടക്കാരന്റെ കുടുംബം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അന്നു കിട്ടുന്നതിനനുസരിച്ച് ജീവിക്കുന്ന കുടുംബമായിരിക്കും അത്. ഒരു ഉറപ്പ് സേവിങ്സിന് പോലുള്ള വക അവർക്ക് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു കുടുംബത്തിന്റെ അത്താണെയാണ് ഇവിടെ സിദ്ധാർത്ഥ് ഇല്ലാതാക്കിയത്. അതിനെന്ത് വെച്ച് സിദ്ധാർത്ഥ് പ്രായച്ചിത്തം ചെയ്യും? ജീവിതകാലം മുഴുവനും പ്രായച്ചിത്തം ചെയ്താലും മതിയാവോ? എന്തായാലും ഇവിടെ സിദ്ധാർത്ഥ് വരുത്തി വെച്ച നഷ്ടം എന്ത് കാരണവശാലും നികത്താൻ പറ്റാത്തത് തന്നെയാണ്. എന്തായാലും മാക്കൂടെ കേട്ടോക്കാം. നമ്മളുടെ വീട്ടില് ജോലി ചെയ്ത് നമ്മുടെ വീട് നോക്കുന്ന നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. പല വീടുകളും വളരെ പ്രായം ചെന്നിട്ടും ജോലി ചെയ്ത് നോക്കുന്ന പല വീടുകളിലെ അച്ഛന്മാർ തന്നെയാണ് ഒത്തിരി അടുത്ത്. അപ്പോൾ ആ മനുഷ്യൻ തന്റെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ലോട്ടറി വിൽപ്പനയ്ക്ക് പോകുന്നതാണ്. ആ കുടുംബത്തിന്റെ അവസ്ഥ താങ്കളൊന്ന് ചിന്തിച്ച് നോക്കണം. നിങ്ങളുടെ അച്ഛനെ ഒരാൾ വണ്ടി ഇടിച്ച് ഇങ്ങനെ സംഭവിച്ചാൽ അതിനെ ന്യായീകരിക്കാനോ സാധൂകരിക്കാനോ താങ്കൾക്ക് പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യണം. അവർക്ക് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും അത്. ഒരുപക്ഷെ ഈ വീഡിയോ താങ്കളിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടാവില്ല. എങ്കിലും പറയാണ്, തനിക്കുണ്ടായ തെറ്റിന്റെ വലുപ്പം മറ്റ് സഹപ്രവർത്തകർ മനസ്സിലാക്കിയില്ലെങ്കിലും താങ്കൾ മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാം നിങ്ങൾ ഏതവസ്ഥയിലായിരുന്നെന്നും ഒക്കെ നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ബോധം വീണപ്പോഴെങ്കിലും മനസ്സിലായി കാണും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഇനിയെങ്കിലും താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കാനുള്ള ബോധം സിദ്ധാർത്ഥിന് ഉണ്ടാവട്ടെ. സിദ്ധാർത്ഥിനെ ന്യായീകരിക്കുന്നവർക്കും ആ ബോധമില്ല. എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു എന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്ന ഒരു തെറ്റല്ല ഇവിടെ സിദ്ധാർത്ഥ് ചെയ്തു വെച്ചിട്ടുള്ളത്. സംഭവിച്ചതിന്റെ പ്രത്യാഘാതം വളരെ വലുത് തന്നെയാണ്. എങ്കിലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഇനിയെങ്കിലും തന്റെ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ സിദ്ധാർത്ഥിന് സാധിക്കട്ടെ. ഇതിന്റെ കോൺസിക്വൻസുകൾ ഇനി എന്തൊക്കെയായാലും സിദ്ധാർത്ഥ് ഫേസ് ചെയ്തേ പറ്റൂ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ലേ. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.